ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് മേൽനോട്ടം വഹിക്കുന്നു. ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സും മേൽനോട്ടം വഹിക്കുന്നു. ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസും മേൽനോട്ടം വഹിക്കുന്നു. ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ആൻഡ് എക്സൈസും മേൽനോട്ടം വഹിക്കുന്നു. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ, ഒന്ന് മാത്രം. ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസും മേൽനോട്ടം വഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, നാമുമായി ബന്ധപ്പെട്ട ഏത് പ്രസ്താവനയാണ് ശരി അല്ലാത്തത്? അപ്പം നാമുമായിട്ട് ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ, രാജ്യത്തുടനീളമുള്ള APMCകളുടെ സംയോജനം. ഇവിടെ ചരക്കുകൾ യാതൊരു വണ്ടി നികുതിയും കൂടാതെ വിൽക്കുന്നു. വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അസിമെട്രി വിവരങ്ങൾ നൽകുന്നു. ഇത് കർഷകേതര വസ്തുക്കളുടെ ഒരു സാധാരണ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അസിമെട്രി വിവരങ്ങൾ നൽകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി അല്ലാത്തത്? ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളെ അവരുടെ സ്വന്തം കാർഷിക പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നു. 100% കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതിയാണിത്. ഇത് കാർഷിക സംരംഭകത്വം നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നു. 2017 ഇത് RKVY റഫ്താർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 100% കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതിയാണിത്. ഓക്കെ, അതായത് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ശരി അല്ലാത്തതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 100% കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതിയാണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ലിസ്റ്റ് 1 സ്ഥാപനം, ലിസ്റ്റ് 2 സെക്ടർ എന്നിവ താരതമ്യപ്പെടുത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്കുള്ള ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ ഫിച്ച്, ടൂറിസം വ്യവസായം, IFCI ക്രെഡിറ്റ് റേറ്റിംഗ്, TFCI വെഞ്ചർ ക്യാപിറ്റൽ, CCIL സർക്കാർ സെക്യൂരിറ്റികൾ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2, 3, 1, 4 ആയിട്ടാണ് വരുന്നത്. 2, 3, 1, 4 ഈ ഓർഡറിലായിട്ടാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ GSTയുടെ യഥാർത്ഥ ശില്പി ആരാണ്? അപ്പോൾ ഇന്ത്യൻ GSTയുടെ യഥാർത്ഥ ശില്പി ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അസീം ദാസ് ഗുപ്തയാണ്. അതായത് അധികം കണ്ടുപരിചയമില്ലാത്തൊരു ചോദ്യമാണല്ലേ, അധികം ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ GSTയുടെ യഥാർത്ഥ ശില്പി എന്ന് പറയുന്നത് അസീം ദാസ് ഗുപ്തയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭത്തിൻ്റെ പേര് പറയുക. അതായത് പ്രാഥമികം സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭത്തിൻ്റെ പേര് പറയുക. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, SATHE ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഫെയിം ഇന്ത്യ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നവ പരിഗണിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പദ്ധതിയുടെ ആദ്യഘട്ടം 2015 ആരംഭിച്ചു. ഫെയിം എന്നത് ഫാസ്റ്റർ അപ്രോപ്രിയേഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് സൂചിപ്പിക്കുന്നു. ഘന വ്യവസായ മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടം 2019 ഏപ്രിൽ 1 മുതൽ 3 വർഷത്തേക്ക് നടപ്പിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, 1, 3, 4 എന്നിവ മാത്രമാണ്. അപ്പോൾ 1, 4, 3 എന്നിവ മാത്രം എന്ന് പറയുമ്പോൾ പദ്ധതിയുടെ ആദ്യഘട്ടം 2015 ആരംഭിച്ചു. ഘനവ്യവസായ മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടം 2019 ഏപ്രിൽ 1 മുതൽ 3 വർഷത്തേക്ക് നടപ്പിലാക്കുന്നു. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നതിനുള്ള 2 പരിപാടികളാണ് IADPയും IAAPയും. ഓക്കെ, നോർമൻ ബോർലോഗ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്?
ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1 മാത്രമാണ് ശരിയെന്ന് പറഞ്ഞത്. അപ്പോൾ 2 എന്ന് പറയുന്നത് തെറ്റാണല്ലേ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 122 ഭരണഘടനാ ഭേദഗതി ബില്ല് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ അവതരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അപ്പോൾ 122 ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് GST യുമായിട്ടാണ് ബന്ധം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നീതി ആയോഗിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ. നീതി ആയോഗ് 2005 നിലവിൽ വന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായതെന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1ഉം 2ഉം ശരിയല്ല. ഓക്കെ, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നതും നീതി ആയോഗ് 2005 നിലവിൽ വന്നതെന്ന് പറയുന്നതും ശരിയല്ലാത്ത ആൻസർ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൈക്രോ ഫിനാൻസ് ലോണുകൾക്കായിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, RBI. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പണനയവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പണനയവുമായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പ സമയത്ത് RBI CRR കുറയ്ക്കുന്നു. പണച്ചുരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ RBI CRR ഉയർത്തുന്നു. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 1ഉം 2ഉം ശരിയല്ല. അതായത് പണപ്പെരുപ്പ സമയത്ത് RBI CRR കുറയ്ക്കുന്നു എന്നുള്ളതും തെറ്റാണ്. പണച്ചുരുക്ക സമയത്ത് കാലഘട്ടങ്ങളിൽ RBI CRR ഉയർത്തുന്നു എന്നുള്ളതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ഘടക പദ്ധതി അഥവാ WCP അവതരിപ്പിച്ചത്? അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് WCP അവതരിപ്പിച്ചിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അതായത് ഓപ്ഷൻ ബി 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ സ്ത്രീ ഘടക പദ്ധതി അഥവാ WCP അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. പങ്കാളിത്ത സാമ്പത്തികത്തിലൂടെ ഇതരവും സുസ്ഥിരവും തുല്യവുമായ കൃഷിയുടെയും ഗ്രാമീണ വികസനത്തിൻ്റെയും അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുള്ള സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഇടപെടലുകൾ, നവീകരണങ്ങൾ, സാങ്കേതിക വിദ്യ, സ്ഥാപന വികസനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യവുമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തെ തിരിച്ചറിയുക. ഓക്കെ, ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. അതായത് നബാർഡാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2022 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അപ്പോൾ 2022 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഫിൻലൻഡാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് ഞാൻ പറയണം, നമ്മൾ ഇത്രയും നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് 2021-22 പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും പേപ്പേഴ്സാണ് കേട്ടോ. നമ്മൾ ഇനിയും 2023-24 എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇടയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നാലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ എത്തിയിട്ടില്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് പോകെ 2023-24 വരും കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. GST സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓക്കെ, ഇന്ത്യയിലെ പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ് GST. 2017 ജൂലൈ 1 മുതലാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. കേന്ദ്ര ധനമന്ത്രിയാണ് GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ. CGST, SGST, IGST, UTGST, സെസ് എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള GST ആണ്. ഓക്കെ, അപ്പോൾ മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 1ഉം 2ഉം 3ഉം 4ഉം ശരി തന്നെയാണ്. അതായത് ഇന്ത്യയിലെ പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ് GST. 2017 ജൂലൈ 1 മുതലാണ് ഇതിൽ GST നിലവിൽ വരുന്നത്. കേന്ദ്ര ധനമന്ത്രിയാണ് GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ. CGST, SGST, IGST, UTGST, സെസ് എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള GST ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ മഹലാനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഓക്കെ, അപ്പോൾ മഹലാനോബിസ് മാതൃക ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 2ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മഹലാനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് ഒഡീഷയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ NEP 1991 പ്രധാന ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കുറയ്ക്കാൻ,
പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കുന്നതിനും പേയ്മെൻറ്റിലെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നതിനും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കിലേക്ക് നീങ്ങാനും മതിയായ വിദേശ നാണ്യ ശേഖരം കെട്ടിപ്പടുത്താനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിൻ്റെ രംഗത്തേക്ക് വീഴ്ത്താനും വിപണി ദിശയിൽ അതിന് പുതിയ ഊന്നൽ നൽകാൻ. അപ്പോൾ മുകളിൽ പറഞ്ഞ പ്രസ്താവനയിൽ ഏതാണ് ശരി അല്ലാത്തത്? ഓക്കെ, അപ്പോൾ ശരിയായതല്ല ചോദിച്ചിരിക്കുന്നത്, ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് ഒന്ന് മാത്രം, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കുറയ്ക്കാൻ. ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ ശരി അല്ലാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ശരിയായിട്ടുള്ള ആൻസറുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2019-21 കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായവ? ഓക്കെ, കൃഷിയെയും അനുബന്ധ മേഖലകളെയും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പേയ്മെൻറ്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടരുന്നു. സപ്ലൈ സൈഡ് പരിഷ്കാരങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഡിമാൻഡ് മാനേജ്മെൻറ്റിന് ഊന്നൽ നിൽക്കുന്നതായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ GDP വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1, 2, 4. അതായത് കൃഷിയെയും അനുബന്ധ മേഖലകളെയും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചിരുന്നു. ഇന്ത്യയുടെ പേയ്മെൻറ്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ GDP വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ഓക്കെ, ഒരു കാര്യം, ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് 2023 ആണ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത് ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യമായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്റലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന നിശ്ചിത പലിശ നിരക്ക്. ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യമായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്റലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന അയവുള്ള പലിശ നിരക്ക്. വാണിജ്യ പേപ്പറുകളുടെ ബില്ലുകൾ വാങ്ങാനോ വീണ്ടും കിഴിവ് നൽകി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനോ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്ന നിരക്ക്. യഥാക്രമം ഡ്യൂറബിൾ ലിക്വിഡിറ്റി നൽകുന്നതിനും ആഗിരണം ചെയ്യുന്നതിനുമായി സർക്കാർ സെക്യൂരിറ്റികളുടെ നേരിട്ടുള്ള വാങ്ങലും വിൽപ്പനയും. അപ്പോൾ ഇതിൽ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യമായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്റലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന നിശ്ചിത പലിശ നിരക്ക്. ഓക്കെ, ഭയങ്കര കട്ടിയായിട്ടുള്ള മലയാളമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, 2022-23 ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തുള്ളതിൽ ഏറ്റവും വലിയ വരുമാന ഇനം ഏതായിരുന്നു? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കടം വാങ്ങലും മറ്റ് ബാധ്യതകളും. ഓക്കെ, ഓപ്ഷൻ ഡി, കടം വാങ്ങലും മറ്റ് ബാധ്യതകളും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യം അല്ലാത്തത്? സഹകരണ ഫെഡറലിസം വളർത്താൻ, കേന്ദ്രതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക, തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിന് അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ലക്ഷ്യമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യം അല്ലാത്തത്. ബാക്കി 3 നീതി ആയോഗിൻ്റെ ലക്ഷ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് കാരണമായത്? ഓക്കെ, അപ്പോൾ 1991 ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് കാരണമായതാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കാരിന് ഉയർന്ന ധനകമ്മി, ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, കുറഞ്ഞ വിദേശ നാണ്യ കരുതൽ ശേഖരം, സമ്പദ്ഘടനയുടെ ഘടനാപരമായ മാറ്റം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 2, 3 ശരിയാണ്. അതായത് സർക്കാരിന് ഉയർന്ന ധനകമ്മി, ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, കുറഞ്ഞ വിദേശ നാണ്യ ശേഖരം. ഓക്കെ, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ് കൗണ്ട് അനുപാതം ഡാഷ് എന്നതിൻ്റെ അളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹെഡ് കൗണ്ട് അനുപാതം എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ദാരിദ്ര്യമാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2021-22 സാമ്പത്തിക സർവേ പ്രകാരം മഹാമാരിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കുറവായിട്ട് ബാധിച്ചത് എന്താണ്? അതായത് 2021-22 സാമ്പത്തിക സർവേ പ്രകാരം മഹാമാരിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കുറവായി ബാധിച്ചത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. കാർഷിക മേഖലയാണ് ഏറ്റവും കുറവായി ബാധിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 മാർച്ചിൽ സൂയസ് കനാലിൻ്റെ തെക്കേയറ്റത്ത് കുടുങ്ങിയ ചരക്ക് കപ്പലിൻ്റെ പേര് നൽകുക. ഓക്കെ, അപ്പോൾ 2021 മാർച്ചിൽ സൂയസ് കനാലിൻ്റെ തെക്കേയറ്റത്ത് കുടുങ്ങിയ ചരക്ക് കപ്പലിൻ്റെ പേരെന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എവർ ഗിവൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ റവന്യൂ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ, അറ്റ റവന്യൂ രസീതുകൾ, വായ്പകളുടെ വീണ്ടെടുക്കൽ, മറ്റ് രസീതുകൾ എന്നിവയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആകെ ചെലവ് ഇവയിൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ധനകമ്മിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നിർമ്മാണം എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്? നിർമ്മാണം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അഥവാ ദ്വിതീയ മേഖലയുടെ ഭാഗമാണ് നിർമ്മാണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ വ്യക്തിഗത വരുമാനത്തിൻ്റെ ഭാഗമാണ്. ഡിസ്പോസിബിൾ വരുമാനത്തിൽ നേരിട്ടുള്ള നികുതി അടവുകളും ഉൾപ്പെടുന്നു. NNP ഫാക്ടർ ചെലവിൽ പരോക്ഷ നികുതി പേയ്മെൻറ്റുകൾ ഉൾപ്പെടുന്നു. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 2ഉം 3ഉം മാത്രം. അതായത് ഡിസ്പോസബിൾ വരുമാനത്തിൽ നേരിട്ടുള്ള നികുതി അടവുകളും ഉൾപ്പെടുന്നു. NNP ഫാക്ടർ ചെലവിൽ പരോക്ഷ നികുതി പേയ്മെൻറ്റുകൾ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ GDPയുടെ മേഖലാ സംഭാവനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. പ്രാഥമിക മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. ദ്വിതീയ മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. സേവന മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രം. ഓക്കെ, അതായത് പ്രാഥമിക മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. ദ്വിതീയ മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയ്ക്കുന്നതിന് RBIയുടെ ഏറ്റവും മികച്ച നയ സംയോജനം ഏതാണ്? റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കുക, കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുക, ബോണ്ടുകളുടെ ഓപ്പൺ മാർക്കറ്റ് വിൽപ്പന. റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക, കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുക, ബോണ്ടുകളുടെ ഓപ്പൺ മാർക്കറ്റ് വിൽപ്പന. റിപ്പോ നിരക്ക് കുറയ്ക്കുക, ബാങ്ക് നിരക്ക് കുറയ്ക്കുക, ബോണ്ടുകളുടെ ഓപ്പൺ മാർക്കറ്റ് വാങ്ങൽ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 2ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക, കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുക, ബോണ്ടുകളുടെ ഓപ്പൺ മാർക്കറ്റ് വിൽപ്പന. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, 11ാം പദ്ധതിയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ശരാശരി 7.9%. ആൻസർ എത്രയാണ്? 7.9%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് RBIയെ സംബന്ധിച്ച് ശരിയായത്? ഓക്കെ, വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വില സ്ഥിരത നിലനിർത്തുക, സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക, നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക, വിദേശ വ്യാപാരവും പേയ്മെൻറ്റും സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ വിദേശ വിനിമയ വിപണിയുടെ ചിട്ടയായ വികസനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് ഇതെല്ലാം തന്നെ RBIയെ സംബന്ധിച്ച് ശരിയായവയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. കൃഷി മന്ത്രാലയവും കർഷക ക്ഷേമവും രാസവള വകുപ്പും, വാണിജ്യ വ്യവസായ മന്ത്രാലയവും ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പും, വിദേശകാര്യ മന്ത്രാലയവും പബ്ലിക് എൻ്റർപ്രൈസസ് വകുപ്പും, വനിതാ ശിശുവികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വനിതാ ശിശുവികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 അമേരിക്കൻ ശാസ്ത്ര വിദഗ്ധർക്ക് അവരുടെ എന്ത് ഗവേഷണത്തിന് ലഭിച്ചു? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. കാര്യകാരണ ബന്ധങ്ങളുടെ വിശകലനത്തിൽ അവരുടെ നീതിശാസ്ത്രപരമായ സംഭാവനകൾക്കായി ബാങ്കുകളുടെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്, ലേല സിദ്ധാന്തം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ലേല ഫോർമാറ്റുകളുടെ കണ്ടുപിടുത്തങ്ങൾക്കും, ആഗോള ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള അവരുടെ പരീക്ഷണാത്മക സമീപനത്തിന്.
ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ബാങ്കുകളുടെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്, അപ്പോൾ ഇത് ബാങ്കുകളുടെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ നേടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2022-23 ബജറ്റ് റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് PM ഗതിശക്തിയാണ് ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 2021 സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതത് സംസ്ഥാനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. കരിമ്പ് ഉത്തർപ്രദേശ്, പരുത്തി മഹാരാഷ്ട്ര, അരി പഞ്ചാബ്, ഗോതമ്പ് ഉത്തർപ്രദേശ്. അപ്പോൾ ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് 3 മാത്രം, അരി പഞ്ചാബാണ് ഇതിൽ തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ GST കൗൺസിലിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2022 നവംബറിലെ GST വരുമാന ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സംസ്ഥാനങ്ങൾ 1, 2, 3, 4, 5 എന്നീ സ്ഥാനങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ഓക്കെ, അതായത് 2022 നവംബറിലെ GST വരുമാന ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ഓക്കെ, അപ്പോൾ ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. വിശാഖപട്ടണമാണ് ഏറ്റവും മലിനമായ ദക്ഷിണേന്ത്യൻ നഗരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം? ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം ഏതാണ്? ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനം, കാർഷിക മാർഗ്ഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം, സ്ഥിര നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ, ലോട്ടറികളിൽ നിന്ന് നേടിയ വരുമാനം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ടത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കാർഷിക മാർഗ്ഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന സ്കീമുകളും ഉദ്ദേശവും ചേരുംപടി ചേർക്കുക. പ്രൊജക്ട് ഇൻസൈറ്റ് നികുതിദായകരും വകുപ്പും തമ്മിലുള്ള ഭൗതിക ഇടപെടൽ കുറയ്ക്കുന്നതിന് വിവാദ് സേ വിശ്വാസ് സ്കീം, അതായത് നികുതിദായകർ അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സമർപ്പിത ഇമെയിൽ ID, സമാധാൻ കുടിശ്ശിക തർക്കങ്ങൾ തീർക്കാൻ, മുഖം നോക്കാതെയുള്ള വിലയിരുത്തൽ പദ്ധതി, വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിച്ച ഡാറ്റ പ്രയോജനപ്പെടുത്തുന്നതിന് സൃഷ്ടിച്ച ഒരു സംയോജിത പ്ലാറ്റ്ഫോം. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് 1 എന്ന് പറയുന്നത് ഡി ആണ്, 2 എന്ന് പറയുന്നത് സി ആണ്, 3 എന്ന് പറയുന്നത് ബി ആണ്, 4 എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. 6ാം പഞ്ചവത്സര പദ്ധതിയിൽ താഴെ പറയുന്ന ഒരു പരിപാടി സംരംഭങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. അത് ഏതാണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, മിനിമം നീഡ്സ് പ്രോഗ്രാം, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, സംയോജിത ഗ്രാമീണ വികസന പരിപാടി. അവതരിപ്പിച്ചിട്ടില്ലാത്തതാണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. മിനിമം നീഡ്സ് പ്രോഗ്രാം. ഓക്കെ, ഓപ്ഷൻ ബി മിനിമം നീഡ്സ് പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക്, വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുക, കൂടുതൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള മത്സരം വർദ്ധിപ്പിക്കുക. പ്രസ്താവനകളിൽ ഏതാണ് ശരി? അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. 3ഉം ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. അതായത് വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക്, വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുക, കൂടുതൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മത്സരം വർദ്ധിപ്പിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ അടുത്തിടെ നടന്ന പൊതുമേഖലാ ബാങ്ക് ലയനങ്ങളുടെ കാര്യത്തിൽ ഏതാണ് ശരി?
ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. വിജയ ബാങ്കും ഭാരതീയ മഹിളാ ബാങ്കും 1/4/2019 മുതൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. കാനറ ബാങ്കിനൊപ്പം സിൻഡിക്കേറ്റ് ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യയുമായി അലഹാബാദ് ബാങ്കും ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം മാത്രം. അതായത് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് 1/4/2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29/12/2022 മുതൽ പ്രാബല്യത്തിലുള്ള GST റെഗുലേഷൻ അനുസരിച്ച് കേരളത്തിൽ താഴെ പറയുന്ന വിഭാഗങ്ങൾക്ക് കീഴിലുള്ള വ്യക്തികൾ GST ഭരണത്തിൽ കീഴിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതില്ല. ചരക്കുകളുടെയും കൂടാതെ അല്ലെങ്കിൽ സേവനങ്ങളുടെയും അന്തർ സംസ്ഥാന വിതരണം നടത്തുന്ന ആർക്കും ഒരു സംസ്ഥാന വർഷത്തിൽ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ പ്രത്യേക വിഭാഗം സംസ്ഥാനങ്ങളാണെങ്കിൽ 10 ലക്ഷം രൂപ കവിയാത്തൊരു വ്യക്തി, കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രം വിതരണം ചെയ്യുന്ന കർഷകർ, ഓൺലൈൻ വിതരണക്കാർ. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, 3ഉം 4ഉം ആണ് ശരിയെന്ന് പറയുന്നത്. അതായത് 2022-19-12 മുതൽ പ്രാബല്യത്തിലുള്ള GST റെഗുലേഷൻ അനുസരിച്ച് കേരളത്തിൽ താഴെ പറയുന്ന വിഭാഗങ്ങൾ കീഴിലുള്ള വ്യക്തികൾ GST ഭരണത്തിൽ കീഴിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതില്ല. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉം. അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രം വിതരണം ചെയ്യുന്ന കർഷകർ, അതുപോലെ തന്നെ ഓൺലൈൻ വിതരണക്കാർ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവിധ സാമ്പത്തിക സർവേകൾ അനുസരിച്ച് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിൻ്റെ ആസൂത്രിത വളർച്ചാ നിരക്കിനേക്കാൾ കുറവായത്? ഓക്കെ, ആദ്യ പദ്ധതിയും 8ാം പദ്ധതിയും, 3ാം പദ്ധതി 4ാം പദ്ധതി, 3ാം പദ്ധതി 8ാം പദ്ധതി, 9ാം പദ്ധതിയും 10ാം പദ്ധതിയും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് 1, 3, 4. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യത്തെ പദ്ധതിയും 8ഉം, പിന്നെ 3ഉം 8ഉം 9ഉം 10ാം പദ്ധതിയും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, 1, 3, 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്ത കൊമേഴ്ഷ്യൽ പേപ്പറുകളുടെ, അതായത് CPയുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സാധാരണ അല്ലെങ്കിൽ വിപുലീകരിക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങളുടെ സ്ഥിര ആസ്തികൾക്കോ സ്ഥിരമായ പ്രവർത്തന മൂലധനത്തിനോ ധനസഹായം നൽകാൻ ബാങ്കുകൾ CPകൾ നൽകുന്നു. CPകളുടെ ഇഷ്യൂകൾ കൂടുതലും വലിയ വിഭാഗത്തിലാണ്. അവ കടം കൊടുക്കുന്നവരുമായോ നിക്ഷേപകരുമായോ നേരിട്ടുള്ള പ്ലേസ്മെൻറ്റ് വഴി വിൽക്കാം. CPകളുടെ വിളവ് വിപണി നിർണ്ണയിച്ചിട്ടില്ല. സാധാരണയായി അതേ മെച്യൂരിറ്റിയുടെ TBയിലെ വിളവിനേക്കാൾ വളരെ കുറവാണ് ഇത്. CPകളുടെ പ്രശ്നം സെക്യൂരിറ്റൈസേഷൻ പ്രക്രിയയുടെ ശക്തിപ്പെടുത്തലും സാമ്പത്തിക ഇടനില പ്രക്രിയയുടെ ദുർബലപ്പെടുത്തലും പ്രതിനിധീകരിക്കുന്നു. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, അതായത് 1ഉം 3ഉം മാത്രമാണ്. അതായത് സാധാരണ അല്ലെങ്കിൽ വിപുലീകരിക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങളുടെ സ്ഥിര ആസ്തികൾക്കോ സ്ഥിരമായ പ്രവർത്തന മൂലധനത്തിനോ ധനസഹായം നൽകാൻ ബാങ്കുകൾ CPകൾ നൽകുന്നു. CPകളുടെ വിളവ് വിപണി നിർണ്ണയിച്ചിട്ടില്ല. സാധാരണയായി ഇതേ മെച്യൂരിറ്റിയുടെ TBയിലെ വിളവിനേക്കാൾ വളരെ കുറവാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എ ആണ്, അതായത് 1ഉം 3ഉം ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മണി സ്റ്റോക്കിൻ്റെയും നാരോ മണിയുടെയും ഘടകങ്ങളുടെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. പൊതുജനങ്ങളിലുള്ള കറൻസി, RBIയിലുള്ള ബാങ്കർമാരുടെ നിക്ഷേപം, പ്രചാരത്തിലുള്ള കറൻസി. പൊതുജനങ്ങൾക്കുള്ള കറൻസി, RBIയിലെ മറ്റ് നിക്ഷേപങ്ങൾ, ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ. ബാങ്കുകളിലുള്ള പണം, RBIയിലുള്ള ബാങ്കുകളുടെ നിക്ഷേപം, പ്രചാരത്തിലുള്ള കറൻസി. ബാങ്കുകളിലുള്ള പണം, ടൈം ഡെപ്പോസിറ്റുകൾ, ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, പൊതുജനങ്ങൾക്കുള്ള കറൻസി, RBIയിലെ മറ്റ് നിക്ഷേപങ്ങൾ, ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതാണ് ശരിയല്ലാത്തതെന്ന് കണ്ടെത്തുക. ഓക്കെ, ആസൂത്രണ കമ്മീഷൻ വളരെ ശക്തമായിരുന്നു. അതിൻ്റെ തകർച്ചയോടെ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ അവസാനിച്ചു. അതേസമയം നീതി ആയോഗ് പ്രാഥമികമായി ഒരു ഉപദേശക സ്ഥാപനവും നന്ദിയുമാണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ, സാമ്പത്തിക യന്ത്രത്തിൽ ദേശീയ സുരക്ഷയുടെ ആവശ്യകതയെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രവർത്തനവും നീതി ആയോഗിന് നൽകിയിട്ടില്ല. അതേസമയം ആസൂത്രണ കമ്മീഷന് സാമ്പത്തിക തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ ദേശീയ സുരക്ഷ ഉൾപ്പെടുത്തേണ്ടി വന്നു. ആസൂത്രണ കമ്മീഷനിൽ 8ൽ താഴെ മുഴുവൻ സമയ അംഗങ്ങളും 5ൽ കൂടുതൽ പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ടായിരുന്നു. അതേസമയം നീതി ആയോഗിൽ 3ൽ കൂടുതൽ മുഴുവൻ സമയ അംഗങ്ങളും പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ട്. ആസൂത്രണ കമ്മീഷൻ 1200ഓളം സ്ഥാനങ്ങൾ നൽകി വലുതാക്കിയപ്പോൾ നീതി ആയോഗ് 500 സ്ഥാനങ്ങൾ കുറച്ചു. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്?
ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 2ഉം 3ഉം മാത്രമാണ്. അതായത് സാമ്പത്തിക തന്ത്രത്തിൽ ദേശീയ സുരക്ഷയുടെ ആവശ്യകതയെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രവർത്തനവും നീതി ആയോഗിന് നൽകിയിട്ടില്ല. അതേസമയം ആസൂത്രണ കമ്മീഷന് സാമ്പത്തിക തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ ദേശീയ സുരക്ഷ ഉൾപ്പെടുത്തേണ്ടി വന്നു. അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷനിൽ 8ൽ താഴെ മുഴുവൻ സമയ അംഗങ്ങളും 5ൽ കൂടുതൽ പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ടായിരുന്നു. അതേസമയം നീതി ആയോഗിൽ 3ൽ കൂടുതൽ മുഴുവൻ സമയ അംഗങ്ങളും പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പോൾ 2, 3 മാത്രമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ചേരുംപടി ചേരുന്നത്? ഓക്കെ, ലോകബാങ്ക്, അജയ് ബംഗ, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, എ അൽമാൻ ഡോസ്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, ആർ ദിനേശ്. ഓക്കെ, ഇതിൽ ചേരുംപടി ചേരുന്നത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഹരിത വിപ്ലവം സാങ്കേതികവിദ്യ എന്നത് HIV വിത്തുകൾ, വളം, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജാണ്. 1965 കാർഷിക വില കമ്മീഷൻ നിലവിൽ വന്നത്. 1961 IAAP നടപ്പിലാക്കിയത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് 1ഉം 2ഉം 3ഉമാണ്. ഹരിത വിപ്ലവത്തിൻ്റെ സാങ്കേതിക വിദ്യ എന്നത് HIV വിത്തുകളും ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജാണ്. 1965 കാർഷിക വില കമ്മീഷൻ നിലവിൽ വന്നത്. 1961 IAAP നടപ്പിലാക്കിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? പാൽ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ GST 5%. 2017 ജൂലൈ 1 ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള നികുതി നടപ്പാക്കി. കാസ്കേഡിംഗ് ഇഫക്റ്റും പരോക്ഷ നികുതികളുടെ ഗുണത്തിലുള്ള കുറവും മറികടക്കുക. GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് 2ഉം 3ഉം 4ഉം 2017 ജൂലൈ 1 ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള നികുതി നടപ്പാക്കി. കാസ്കേഡിംഗ് ഇഫക്റ്റും പരോക്ഷ നികുതികളുടെ ഗുണത്തിലുള്ള കുറവും മറികടക്കുക. GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ചേരുംപടി ചേരുന്നത്? ഓക്കെ, ഹരോൾഡ് ഡോമർ ആദ്യ പഞ്ചവത്സര പദ്ധതി, മഹ്ലാനോബിസ് മോഡൽ 2ാം പഞ്ചവത്സര പദ്ധതി, ദ്രുതവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച 12ാം പഞ്ചവത്സര പദ്ധതി, DP ധർ മോഡൽ 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 4, 1, 2 4, 1, 2 ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏതാണ് തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. BOP പ്രതിസന്ധി മറികടക്കാൻ 1991 വിദേശത്തിനെതിരായി ഇന്ത്യൻ കറൻസി വിലമതിക്കപ്പെട്ടു. വ്യവസായിക മേഖലയുടെ നിയന്ത്രണം എടുത്തുകളയുന്നതിന് മുമ്പ് 17 വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് കീഴിൽ സംവരണം ചെയ്തിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്, ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമാണ്. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് ഓൺലി 1 and 3 ആണ്. അതായത് BOP പ്രതിസന്ധി മറികടക്കാൻ 1991 വിദേശത്തിനെതിരായി ഇന്ത്യൻ കറൻസി വിലമതിക്കപ്പെട്ടു. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ചിങ് മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്, ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. താഴെ പറയുന്നതിൽ ജോഡികളിൽ ഏതാണ് ശരിയായിട്ട് ചേരുംപടി ചേരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓൺലി 2 and 3 ആണ്. അതായത് 2ഉം 3ഉം മാത്രമാണ് ചേരുംപടി ചേരുന്നത്. ഓക്കെ, അതായത് മുനീക് റേ പ്രൊണൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, റീ ഇൻഷുറൻസ് കമ്പനികൾ, IIFC. അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ അക്കാദമി ഓഫ് ഡയറക്റ്റ് ടാക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ നാഷണൽ അക്കാദമി ഓഫ് ഡയറക്റ്റ് ടാക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. നാഗ്പൂരാണ് നാഷണൽ അക്കാദമി ഓഫ് ഡയറക്റ്റ് ടാക്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖം അനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ എന്തെല്ലാമാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കൽ, പണസ്ഥിരത, ഡിപ്പോസിറ്ററികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു, കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് 1, 2, 3, 4 എന്നിവയാണ്. 4 5 എന്നിവയാണ്. അതായത് 1, 2, 3, 5 എന്നിവയാണ് ആൻസർ എന്ന് പറയുന്നത്. ഡിപ്പോസിറ്ററികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ളത് പെടില്ല. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി.
ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികളെ തിരിച്ചറിയുക. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് NABARD, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDA, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് AMF. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 2, 4 ആണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് RBI ആണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് SEBI ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് IRDA ആണ്. ഓക്കെ, 1, 2, 4, അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1963 പഞ്ചസാരയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജോലികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൽ നിന്ന് ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റി. അവ: ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ, ഇന്ത്യൻ സെൻട്രൽ ഷുഗർ കെയിൻ കമ്മിറ്റി ന്യൂഡൽഹി, ഇന്ത്യൻ കരിമ്പ് ഗവേഷണ സ്ഥാപനം പൂനെ. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 2, 3 ആണ്. അതായത് ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ, ഇന്ത്യൻ സെൻട്രൽ ഷുഗർ കെയിൻ കമ്മിറ്റി ന്യൂഡൽഹി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 48ാമത് GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് SUV 1500 cc നീളം, 4 മീറ്ററും ഗ്രൗണ്ട് ക്ലിയറൻസിന് 170 mm തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ സെസ് നിരക്ക് എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 22% ആണ്. അതായത് 48ാമത് GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് SUV 1500 cc നീളം, 4 മീറ്ററും ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ സെസ് നിരക്കെന്ന് പറയുന്നത് 22% അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഓക്കെ, അപ്പോൾ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ആൻസർ എന്ന് പറയുന്നത് ചെല്ലയ്യ കമ്മിറ്റിയാണ്. ഈ ചെല്ലയ്യ കമ്മിറ്റിയാണ് അംഗീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം എന്താണ്? ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമാണ് ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം. അടുത്ത ക്വസ്റ്റ്യൻ. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളുമായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏതു പ്രസ്താവനകളാണ് വ്യവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ? ഓക്കെ, മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സംരംഭകർക്ക് ഇടത്തരം, ദീർഘകാലം, ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4. അതായത് വ്യവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ, മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, അതുപോലെ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് S&D പെട്ടിയാണ്. ഓക്കെ, S&D പെട്ടി എന്നാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓക്കെ, കാർഡുകളിലേക്കും UPIയിലേക്കും പണമടയ്ക്കാം. ഒരു പൊതു ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത്. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് ഓൺലി 1 and 3 ആണ്. അതായത് GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നികുതിദായകന് കാർഡുകളിലേക്കും UPIയിലേക്കും പണമടയ്ക്കാം. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻസ് നോക്കാം. ഏകദേശം 20%, 5% മുതൽ 15% വരെ, 20%-ൽ-അധികം. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ഓൺലി 1, അതായത് ഏകദേശം 20%. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഓക്കെ, പണനയത്തിൻ്റെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കാം. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ബി ആണ് കേട്ടോ. അതായത് 1ഉം 3ഉം മാത്രമാണ്. അതായത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. ഓക്കെ, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഓക്കെ, ഫാക്ടർ ചെലവിൽ GDP എന്ന് പറയുന്നത് ഇതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. ഓക്കെ, വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓക്കെ, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഓക്കെ, അപ്പോൾ അതായത് എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായിട്ട് താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ആരാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി, ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, GST കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഓക്കെ, GST കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ഓൺലി 1 and 3. അതായത് GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. MPCയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഓൺലി 1 and 2. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. അതുപോലെ RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസ് എന്നാൽ എന്താണ്? ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. ഓക്കെ, അതാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസ് എന്നാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓക്കെ, ഗ്രോസ് നാഷണൽ ഇൻകം = GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ്, ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. ഓക്കെ, ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം = ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. അടുത്തത്, ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സായും ഫൈനൽ കോൺസപ്ഷനായും തരംതിരിക്കാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 1ഉം 2ഉം 3ഉം ശരി തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 5.8% ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഫലപ്രദമായ റവന്യൂ കമ്മി ERD എന്തിന് തുല്യമാണ്? ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്. ഓക്കെ, അപ്പോൾ ഫലപ്രദമായ റവന്യൂ കമ്മി എന്ന് പറയുന്നത് റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്, അതിന് തുല്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കോണമി റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണ്? ഓക്കെ,
ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വി അനന്ത നാഗേശ്വരനാണ് എഴുതിയത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, അനന്ത നാഗേശ്വരൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങളിൽ ഡിലീഷൻ നടന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ. ഇതിലാകെ 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 2021, 22, 23, 24 ഓൾമോസ്റ്റ് എല്ലാ പേപ്പറും കവർ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ എടുത്തിട്ടില്ല. കാരണം അത് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത് മാത്രം എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ് 1 ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്കണോമിക്സ് ആണ് ഇപ്രാവശ്യം നോക്കിയിട്ടുള്ളത്. എക്കണോമിക്സ് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണ് കേട്ടോ. ഡിഗ്രി ലെവലിൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഈ 4 വർഷങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു.